ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് CUET പ്രീവിയസ് ഇയേഴ്സിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം CUET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് സിസ്റ്റം തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഒരു 4 വർഷത്തോളം ആയിട്ടുള്ളൂ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എൻട്രൻസ് നമ്മൾ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. നമ്മൾ കേരളത്തിൽ ഉള്ള അധികം കുട്ടികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ പറ്റി എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കണം. അതായത് പല നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നല്ല ഉന്നത നിലവാരമുള്ള പഠന സാഹചര്യത്തോടു കൂടി നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാം. പ്ലസ് അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് അതും വളരെ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് നല്ലൊരു നിലവാരത്തിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റും. ഇപ്പോൾ ഒരു ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ തന്നെ ഏതൊരു സാധാരണ കോളേജിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നിങ്ങളവിടെ വെൽക്കം ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇടപഴകാൻ പോകുന്നത് നല്ല ഹൈ എൻഡഡ് ആയിട്ടുള്ള പ്രൊഫസർമാരുടെ അടുത്തും അല്ലെങ്കിൽ അത്രയും ഗംഭീര ലബോറട്ടറീസും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിന് ഉള്ള സാധ്യത അവർ തരുന്നില്ല. പിന്നെ ആർക്കാണ് ഇത് കൊടുക്കുന്നത്? മാക്സിമം അതിന് താല്പര്യമുള്ള കുട്ടികൾ. അപ്പോൾ പണ്ട് ജസ്റ്റ് ഡിഗ്രി മാർക്ക് വെച്ച് പ്ലസ് ടുവിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് അവർ എൻട്രി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാളുപരി അവരൊരു എൻട്രൻസ് എക്സാംസ് വെച്ചിട്ടാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള പിന്നെ കൂടാതെ മറ്റു പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും പ്രവേശനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ എൻട്രൻസ് കംപ്ലീറ്റ് ചെയ്യണം. അത് എളുപ്പമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു എൻട്രൻസ് ആണ് CUET. പ്രത്യേകിച്ച് ആദ്യത്തേനേക്കാളും ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷങ്ങളിൽ എൻറ്റയർ പോർഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ഇയർ പോർഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, എന്നാലും ബയോളജിയിലൊക്കെ നമുക്ക് സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും കുറച്ചൊന്ന് റിലേറ്റഡ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇയർ പോർഷൻ മുഴുവൻ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഇയറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മളിവിടെ ആൻസർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ബയോളജി അതിൽ നമ്മുടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Flowers are fascinating organ of angiosperms. Flowers are considered as an object of aesthetic, ornamental, social and cultural value. Biologically, flower is a modified shoot എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഫ്ലവർ എന്ന് പറയുന്നത് എന്താണെന്നും ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് കൺസേൺ വിത്ത് ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് അറിയുന്നതിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. ഫ്ലവർ ഇസ് എ മോഡിഫൈഡ് ഷൂട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട് എന്ന് പറയാൻ കാരണം എന്താ? ഒരു ഫ്ലവറിൽ എപ്പോഴും എത്ര വേൾഡ്സ് ഉണ്ടാവും? 4 വേൾഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 4 വേൾഡ്സ് അതിൽ ഔട്ടർമോസ്റ്റ് 2 വേൾഡ്സ് ഏതൊക്കെയാണ്? നോൺ എസെൻഷ്യൽ വേൾഡ്സ്, കാലിക്സ് ആൻഡ് കൊറോള. ഉള്ളിലുള്ള 2 വേൾഡ്സ് ഏതൊക്കെയാണ്? ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അവരാണ് ശരിക്കും എസെൻഷ്യൽ വേൾഡ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അതിലാണ് ഗാമേറ്റ്സ് ഫോം ചെയ്യണേ. ആൻഡ്രീഷ്യം അതിനകത്തുള്ള സ്റ്റേമൻസിൻ്റെ ഉള്ളിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വരുന്നു, പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിൽ മെയിൽ ഗാമേറ്റ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഗൈനീഷ്യം ആണെങ്കിൽ അതിൻ്റെ ബേസൽ പോർഷൻ ഓവറിയുടെ അകത്ത് ഓവ്യൂളുണ്ട്, ഓവ്യൂളിനകത്ത് കുറേ ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നിട്ട് അതിനകത്ത് എഗ് സെൽ ഫോം ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ ഗാമേറ്റ് ഫോം ചെയ്യുന്ന 2 പോർഷൻസിനാണ് നമ്മൾ എസെൻഷ്യൽ വേൾഡ് എന്നും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പുറത്തുള്ള 2 വേൾഡ്സ് ആണ് നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷൂട്ട് വരയ്ക്കുകയാണെങ്കിൽ, ഒരു സ്റ്റെം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഒരു സ്റ്റെമ്മിൻ്റെ ഫീച്ചേഴ്സ് എന്താ? ക്യാരക്ടറിസ്റ്റിക് ബേസിക് ഫീച്ചർ എന്താണ്? പ്രസൻസ് ഓഫ് നോഡ്സ് അല്ലേ? ഇതാണ് സ്റ്റെമ്മിൻ്റെ നോഡ് എന്ന് വിചാരിക്കാം. ആണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ദിസ് വൺ കണ്ടോ? നമ്മൾ ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റിനെയാണ് വേൾഡ് അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കാം. ഫില്ലോടാക്സി ഓർമ്മ ഉണ്ടോ? അതായത് ഓപ്പോസിറ്റ്, ഓൾട്ടർനേറ്റ് ആൻഡ് വേൾഡ്. നോക്കൂ, ഒരു നോഡിൽ 2ൽ കൂടുതൽ കമ്പോണൻസിനെ നമ്മളൊരു വേൾഡ് എന്ന് വിളിക്കില്ലേ? സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വേൾഡ്. ഇനി ലെറ്റ് ദിസ് ബി ദ സെക്കൻഡ് വേൾഡ്. ഇത് സെക്കൻഡ് വേൾഡ് ആണെന്ന് വിചാരിക്കാം. ഉണ്ടോ? ലെറ്റ് ദിസ് ബി ദ സെക്കൻഡ് വേൾഡ്. അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ വരച്ച് വയ്ക്കാം. ദിസ് ഈസ് ദ സെക്കൻഡ് വേൾഡ്. ഓക്കെ, ആൻഡ് ലെറ്റ് ദിസ് ബി ദ തേർഡ് വേൾഡ്. ഇതാണ് നമ്മുടെ തേർഡ് വേൾഡ്.
ഓക്കെ, ഇവിടെ തേർഡ് വേർഡ് വരയ്ക്കാം. This is third word and let this be the fourth word. 1, 2, 3, 4, 5. Okay, this is the fourth word, right? അപ്പോൾ ഇങ്ങനെ ഓരോ വേർഡ്സിലും എന്താ ഉള്ളത്? കമ്പോണൻസ് ഉണ്ട്. ഇവിടുത്തെ കമ്പോണൻസിന്റെ പേരെന്താണ്? സെപ്പൽസ്. ഇവിടുത്തെ കമ്പോണൻസിന്റെ പേരെന്താണ്? പെറ്റൽ. ഇത് സ്റ്റേമൻസ്. ഇവിടെയുള്ളത് കാർപ്പൽ. പക്ഷെ ഹോൾ വേർഡ് പറയുമ്പോൾ ദിസ് ഇസ് കാലിക്സ്, ദിസ് ഇസ് കൊറോള, ദിസ് ഇസ് ആൻഡ്രോഷ്യം ആൻഡ് ഗൈനീഷ്യം. പക്ഷെ ഒരു പൂവ് ഇങ്ങനെയല്ലല്ലോ കാണുക. നിങ്ങൾ ഇതിനൊന്ന് സെപ്പറസ് ചെയ്ത് നോക്കി, കണ്ടോ? ഇഫ് യു സെപ്പറസ് ദ ഹോൾ തിങ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതൊക്കെ കൂടെ ഒരു കൂട്ടായിട്ട് വരും. അപ്പോൾ അതിനൊരു പൂ പോലെ തോന്നില്ലേ? So you can say that a flower is a modified shoot with highly reduced internodes. മനസ്സിലായോ? ഇന്റർനോഡ്സ് ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു മോഡിഫൈഡ് ഷൂട്ടാണ് എന്ത്? ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ അതുകൊണ്ടാണ് ദിസ് കംസ് ആസ് ദി ആൻസർ. സോ ഫ്ലവർ ഇസ് എ മോഡിഫൈഡ് ഷൂട്ട്. നൗ നെക്സ്റ്റ് വൺ. ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ടു സെൽഡ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ്? ഒരു പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ, സോ ഹിയർ ഈസ് എ പോളൻ ഗ്രെയിൻ ആൻഡ് സ്റ്റാർട്ടിങ് ഇങ്ങനെയാണെങ്കിൽ ഫർദർ എന്ത് സംഭവിക്കും? ദ പോളൻ ഗ്രെയിൻ അൺഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഇറ്റ് ബിക്കംസ് എ വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ഹിയർ ഇറ്റ് ബിക്കംസ് എ ജനറേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. ഓക്കെ, പോളൻ ഗ്രെയിൻ വരയ്ക്കാൻ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണ്? എക്സൈൻ ആൻഡ് ഇൻടൈൻ. സി, ഇപ്പോൾ ഇതിങ്ങനെ എക്സൈൻ വരയ്ക്കണം. സോ ദിസ് ഈസ് ദി ടു സെൽഡ് കണ്ടീഷൻ. അപ്പം ഇതിലുള്ള രണ്ട് സെൽസ് എന്തൊക്കെയാണ്? വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. ബാക്കി സെൻട്രൽ സെൽ സൈനർജിഡ്സ് ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്? ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് അഥവാ എംബ്രിയോ സാക്ക്. അതിൻ്റെ പോർഷൻസ് ആണ് സെൻട്രൽ സെൽ, സൈനർജിഡ്സ്, ആൻറ്റിപോഡൽസ് എല്ലാം വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ് സെൽ. ആൻഡ് ഫർദർ ഇനി എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് ടു ദിസ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ? ഇപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ന്യൂക്ലിയസ് അങ്ങനെ തന്നെ കിടക്കും. പക്ഷേ ജനറേറ്റീവ് സെൽ വിൽ ബി ഗെറ്റിംഗ് ഡിവൈഡഡ് ഇൻ ടു 2 gametes. മനസ്സിലായോ? ദീസ് ആർ ദ 2 gametes. അപ്പോൾ ദിസ് ഈസ് ദ 3 celled സ്റ്റേജ്. 3 celled സ്റ്റേജ്, റൈറ്റ്? അതും ഒരു ക്വസ്റ്റൻ ആയിട്ട് ചിലപ്പോൾ വരാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ 2 celled സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ആണെങ്കിൽ 3 celled സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ജനറേറ്റീവ് സെല്ല് പറയാൻ പാടില്ല. പിന്നെ എന്തൊക്കെയുള്ളൂ? ഒരു വെജിറ്റേറ്റീവ് സെൽ, അതിനകത്ത് 2 മെയിൽ ഗാമേറ്റ്സ്. അതിന് ഓരോ സെല്ലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 മെയിൽ ഗാമേറ്റ്സ്. അവിടെ നമ്മൾ ജനറേറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. സോ 2 celled സ്റ്റേജ് ആൻഡ് 3 celled സ്റ്റേജ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് വിത്ത് റിഗാർഡ് ടു ദ നെയിംസ്. അപ്പോൾ 2 cell സ്റ്റേജിൽ വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ് സെൽ ആണെങ്കിൽ, 3 celled ആണെങ്കിൽ വെജിറ്റേറ്റീവ് സെൽ പ്ലസ് 2 മെയിൽ ഗാമേറ്റ്സ്. അപ്പോൾ അത് അറിഞ്ഞു, നമ്മൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ ഐക്കോർണിയ ആൻഡ് പിസ്റ്റിയ ഒക്കേഴ്സ് ബൈ. ഒന്നാമത് രണ്ടും ഐക്കോർണിയ ആൻഡ് പിസ്റ്റിയ എന്താണ്? അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റെമ്മിൻ്റെ പ്രൊപ്പഗേഷൻ പല ടൈപ്പ് ഉണ്ട്. റൈസോം, പിന്നെ സക്കർ, ഓഫ്സെറ്റ്, റണ്ണർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. ഇപ്പോൾ സക്കർ എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ? സക്കർ, യു ക്യാൻ സീ ദ സക്കർ ഇൻ chrysanthemum. Okay, chrysanthemum, right? Chrysanthemum, ജമന്തി, അതിൽ സക്കറാണ് കാണുന്നത്. റണ്ണർ ഈസ് യൂഷ്വലി സീൻ ഇൻ grasses. Stolon is usually seen in mint and jasmine. Okay, and run offset aquatic plant il varuna group, adayithu Eichhornia or water hyacinth, Eichhornia or water hyacinth and Pistia. Okay, അപ്പോൾ ഇതിലാണ് ഓഫ്സെറ്റ് വരുന്നത്. ആൻഡ് all these are what? All these are stem modifications for vegetative propagation. കേട്ടോ, stem modifications for vegetative propagation. ഒരു പ്ലാന്റ് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് പടരാൻ സഹായിക്കുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ മെത്തേഡാണ്, അല്ലെങ്കിൽ മോഡിഫൈഡ് വേർഷൻ ഓഫ് സ്റ്റെം ആണ് നമ്മൾ ഈ കാണുന്ന 4 എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ അതിലത്തെ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഏതാണ്? ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, ഇനി അടുത്തത്, ദ ടേം ക്ലോൺ ഇസ് യൂഷ്വലി ഡിസ്ക്രൈബ്ഡ് ടു ഓഫ് സ്പ്രിങ്സ് ദാറ്റ് ആർ മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ. ഒരു വ്യത്യാസം ഉണ്ടാവില്ല.
മനസ്സിലായോ? ജനറ്റിക്കലിയും സിമിലർ ആയിരിക്കും, കാഴ്ചയ്ക്കും സിമിലർ ആയിരിക്കും. റൈറ്റ്? അപ്പോൾ അത് എങ്ങനെയുള്ള ഗ്രൂപ്പ് ആയിരിക്കും ഇങ്ങനെ ക്ലോൺസ് എന്ന് വിളിക്കുന്നത്? നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഓസ്പ്രിങ്സിന് നമുക്ക് ക്ലോൺ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? മിയോസിസ് വരും അല്ലേ? ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മിയോസിസ് വരും. മിയോസിസിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും? ജീൻ കോമ്പിനേഷൻസ് മാറും, വേരിയേഷൻസ് വരും കേട്ടോ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരിക്കലും എന്ത് വരില്ല? നമുക്ക് ക്ലോൺസ് വരില്ല. അപ്പോൾ ക്ലോൺസ് ആർ പ്രൊഡക്ട്സ് ഓഫ് വാട്ട്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി നമ്മളുടെ സെക്കൻഡ് ഇയറിലത്തെ ചാപ്റ്ററിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹാവ് യു ഹേർഡ് അബൌട്ട് ദ ടേം കോൾഡ് ആസ് അപ്പോമിക്സിസ്? അപ്പോമിക്സിസ് എന്ന് കേട്ടിട്ടുണ്ടോ? Apomixis is a phenomenon that mimics sexual reproduction. It mimics sexual reproduction. എങ്ങനെയാ മിമിക് ചെയ്യണേ? It mimics sexual reproduction in that it produce seeds. It produce seeds. ഓക്കെ. അപ്പോൾ സീഡ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഇതിന്. ഏതിന്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എന്താ പ്രത്യേകത? ഇവിടെ സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇവിടെ നോ ഫെർട്ടിലൈസേഷൻ. നോ ഫെർട്ടിലൈസേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ്? ഫെർട്ടിലൈസേഷൻ ഇല്ല. അപ്പോൾ certain diploid cells are getting converted to embryo. മനസ്സിലായോ? അല്ലാണ്ട് അവിടെ ഫെർട്ടിലൈസേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. certain diploid cells will be getting converted to embryo. അപ്പോൾ ഈ diploid cells എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? that will be similar to the parent. okay, so that will be exactly similar to the parent. okay. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? so can we call it as a clone? yes. മനസ്സിലായോ? അപ്പോമിക്സിസിന്റെ പ്രൊഡക്ഷനെ നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? ക്ലോൺ എന്ന് വിളിക്കാം. അപ്പോൾ ക്ലോൺ എന്ന് പറയുന്നിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുവന്ന് വരില്ല. കാരണം ദിസ് ഹാപ്പൻസ് ടു ബി ഇൻ എ ഡിലീറ്റഡ് പോർഷൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പണ്ടുണ്ടായിരുന്നു, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ജനറലി ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതിലുള്ളൊരു ശരിക്കും പറഞ്ഞാൽ അതിലത്തെ ഒരു ടോപ്പിക്കാണ് ഇത്. പക്ഷേ ക്ലോൺ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലുണ്ട് ഉണ്ടോ, വിച്ച് ഈസ് റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ദാറ്റ് ക്ലോൺസ് ആർ ദ ഓർഗാനിസംസ് വിച്ച് ആർ morphologically and genetically similar. okay, so that does not involve what? Sexual reproduction, which is a product of asexual reproduction. Clear? Right. Now, so here the answer is number 2. Next one, parthenogenesis does not occur in. അപ്പോൾ ആദ്യം തന്നെ parthenogenesis എന്ന് പറഞ്ഞാൽ എന്താ? organisms are produced. Parthenogenesis refers to the organisms where certain female gametes develop into organisms without fertilization. Very important. Without fertilization. അപ്പോൾ എന്തൊക്കെയാ പ്രത്യേകത നോക്കിയാൽ നിങ്ങൾ? ഒന്നാമത്തെ ഫീമെയിൽ ഗാമേറ്റ്, അത് എന്താ കണ്ടീഷൻ? ഹാപ്ലോയിഡ് ആണ് അല്ലേ? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ദ പ്രൊഡക്റ്റ് വിൽ ബി എന്തായിരിക്കും? എ ഹാപ്ലോയിഡ് ഓർഗാനിസം. മനസ്സിലായോ? എ ഹാപ്ലോയിഡ് ഓർഗാനിസം. റൈറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൂട്ടം ഓർഗാനിസത്തിൻ്റെ ഇടയിൽ നമുക്ക് ചില ഓർഗാനിസംസ് എന്താ ഹാപ്ലോയിഡ് ആയിട്ടും ചിലത് ഡിപ്ലോയിഡ് ആയിട്ടും കാണും. ഹാപ്ലോ ഡിപ്ലോയിഡി എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് certain റോട്ടിഫേഴ്സിൻ്റെ കാര്യം കറക്റ്റാണ്. certain റോട്ടിഫേഴ്സ്, ഹണി ബീസ്, certain ലിസാർഡ്സ് ഇതിലൊക്കെ വരും. പക്ഷെ മാമൽസിൽ അത് കാണില്ല. സോ പാർത്തനോജെനിസിസ് ഡസ് നോട്ട് ഓക്കർ ഇൻ മാമൽസ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് ഏതാ? ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. മാമൽസിൽ ഒരിക്കലും പാർത്തനോജെനിസിസ് ഇല്ല കേട്ടോ.
അപ്പോൾ പാർത്തനോജൻസിസ് കാണിക്കുന്ന ചില പെർട്ടിക്കുലർ ഓർഗാനിസംസ് ആണ് റോട്ടിഫേഴ്സ്, ഹണിബീസ് ആൻഡ് ലിസാർഡ്സ്, റൈറ്റ്? സോ നമ്മളോട് ഡെസ് നോട്ട് അല്ലേ ചോദിച്ചിരിക്കുന്നത്, അത് മാമൽസ് ആണ്. ഐ ഹോപ്പ് പാർത്തനോജൻസിസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ജെനറ്റിക്സ് ചാപ്റ്ററിൽ ഇത് വരുന്നുണ്ട്, ഹണിബിയുടെ കേസിൽ വരുന്നുണ്ട് അല്ലേ? ഇൻ ഹണിബി ഡ്രോൺസ് or male honeybees are haploid. Okay, അത് നമ്മൾ ജെനറ്റിക്സിന്റെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സോ ദിസ് ഈസ് ദ ആൻസർ. ഇനി of the following which is not a hermaphrodite. Hermaphrodite പറഞ്ഞാൽ എന്താണ്? Both male and female sex organs present on the same organism, right? അപ്പോൾ നോക്കാം, സ്പോഞ്ച്, earthworm, leech, cockroach. അതിൽ സ്പോഞ്ച്, earthworm ആൻഡ് ലീച്ച് ഇത് മൂന്നെണ്ണം എന്താണ്? ഹെർമഫ്രോഡൈറ്റ്സ് ആണ്. ബട്ട് കോക്രോച്ച് ഇസ് നോട്ട്. കോക്രോച്ച് യൂണിസെക്ഷൽ ആണ്. കോക്രോച്ച് ഇസ് യൂണിസെക്ഷൽ. So it is not a hermaphrodite. All these are what? Bisexual or hermaphrodite, right? So answer is again 4. കേട്ടോ? അപ്പൊ ഇത് എന്താ പറയുക, അഗെയിൻ ആ ഒരു ഇൻട്രൊഡക്ടറി പോർഷൻ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക് ആണിത്. Then we have to match ചെയ്യാം. പോളിഎംബ്രിയോണി, പാർത്തനോകാർപ്പി, ഫാൾസ് ഫ്രൂട്ട് ആൻഡ് എംബ്രിയോ സാക്ക്. നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിലത്തെ ക്വസ്റ്റ്യൻസ് ആണിത്. വാട്ട് ഇസ് പോളിഎംബ്രിയോണി? പോളിഎംബ്രിയോണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ചാപ്റ്റർ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു അറിവ് വേണം. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ വാട്ട് ഇസ് പോളിഎംബ്രിയോണി? പോളിഎംബ്രിയോണി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണുന്ന അവസ്ഥ. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? അപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോണി ഓർക്കുന്നുണ്ടല്ലോ. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾക്ക് അറിയണം. ഏതൊക്കെയാ പോളിഎംബ്രിയോണി നമുക്ക് കാണുന്നത്? സിട്രസ് ഫ്രൂട്ട്സിലും മാംഗോയിലും കാണാം. അപ്പോൾ അതിൽ സിട്രസ് ഏതെങ്കിലും ഉണ്ടോ? നാരങ്ങ വർഗ്ഗത്തിൽ വരുന്ന ഏതെങ്കിലും ഉണ്ടല്ലോ. ഏതാ? ഓറഞ്ച്. അപ്പോൾ നമുക്ക് പോളിഎംബ്രിയോണി ഓറഞ്ചിലോട്ട് നോക്കാം. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹിയർ there are fruits which are formed without fertilization. മനസ്സിലായോ? ഫെർട്ടിലൈസേഷൻ ഇല്ല, നടക്കാതെ ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുക, അതാണ് പാർത്തനോകാർപ്പി. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? സീഡ് ഉണ്ടാവില്ല. അങ്ങനെ നാച്ചുറലി പാർത്തനോകാർപ്പിക് ആയിട്ടുള്ള ഒരു ചെടിയാണ് ഏത്? ബനാന ഈസ് എ നാച്ചുറൽ പാർത്തനോകാർപ്പ്. നമുക്ക് വേണമെങ്കിൽ പാർത്തനോകാർപ്പ് ഇൻഡ്യൂസ് ചെയ്യാം. ഏതിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്? ഗ്രേപ്സിലൊക്കെ ചെയ്തിട്ടില്ലേ? സീഡ്ലെസ് ഗ്രേപ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാറില്ലേ? അത് ഇൻഡ്യൂസ്ഡ് പാർത്തനോകാർപ്പിയാണ്. നമ്മൾ ഹോർമോൺസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാം. പക്ഷെ ഇത് നാച്ചുറലാണ്. കാരണം നമ്മൾ പഴം കഴിക്കുമ്പോൾ അതിനകത്ത് സീഡൊന്നും കടിക്കാറില്ലല്ലോ. ഇല്ല, സീഡ് ഇല്ല അതിന്, കേട്ടോ? ഓക്കെ. ഇനി ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതെന്ത് ഫാൾസ് ഫ്രൂട്ട്? നമുക്ക് സാധാരണ ഒരു ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആപ്പിൾ എന്ന് പറയും അല്ലേ? അത് തന്നെ ഫാൾസ് ഫ്രൂട്ടാ. ആപ്പിൾ ഈസ് എ ഫാൾസ് ഫ്രൂട്ട്. അപ്പോൾ ശരിക്കും അപ്പോൾ ആരെ ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബൊട്ടാണിക്കലി നമ്മൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. മനസ്സിലായോ? അപ്പം നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്ന വസ്തു അതൊരു ഡെവലപ്ഡ് ഓവറി ആണെങ്കിൽ, മോഡിഫൈഡ് ഓവറി ആണെങ്കിൽ അതൊരു ട്രൂ ഫ്രൂട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സിട്രസ്, നാരങ്ങ, അതൊരു ട്രൂ ഫ്രൂട്ടാണെന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ പപ്പായ ഒരു ട്രൂ ഫ്രൂട്ടാണ്. ഓക്കെ. അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ ഒരു ട്രൂ ഫ്രൂട്ട് ആണോ? അപ്പോൾ നമ്മൾ ഒരു വെജിറ്റബിൾ ആണ്. ബൊട്ടാണിക്കലി ഇറ്റ് ഇസ് എ ഫ്രൂട്ട്. ഓക്കെ. അപ്പോൾ ലേഡീസ് ഫിംഗർ ഇസ് എ ട്രൂ ഫ്രൂട്ട്. ബ്രിഞ്ചോൾ ഇസ് എ ട്രൂ ഫ്രൂട്ട്. Tomato is a true fruit. Chili is a true fruit. Okay. Mango is a true fruit. Got it? അവിടെയൊക്കെ നമ്മൾ കഴിക്കുന്ന എഡിബിൾ പോർഷൻ എന്താ? ഓവറിയാണ് എഡിബിൾ പോർഷൻ. നേരെ മറിച്ച് ആപ്പിൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആപ്പിൾ. ഈ ആപ്പിളിന്റെ എഡിബിൾ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയാമോ? അപ്പോൾ നോർമലി നമ്മൾ ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും സെൻട്രൽ പോർഷൻ മുറിച്ച് കളയും അല്ലേ? ആ ഒരു സെൻട്രൽ പോർഷൻ നമ്മൾ മുറിച്ച് കളയും. അതാണ് അതിന്റെ ആക്ച്വൽ ഓവറി. ഈ ഓവറിയുടെ മീതെ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഫ്ലവർ. അത് ഫ്ലവർ ആയിരുന്ന സമയത്ത് അതിനൊരു തലാമസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. തലാമസ് ഓർ റിസെപ്റ്റക്കിൾ. വാട്ട് ഈസ് തലാമസ് ഓർ റിസെപ്റ്റക്കിൾ? ഇഫ് ദിസ് ഹാപ്പൻസ് ടു ബി ദ പെഡിസെൽ. ഫ്ലവറിന്റെ സ്റ്റോക്ക് പെഡിസെൽ ആണ്. ഓക്കെ. ഇതിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ഗൈനീഷ്യം കാണുന്നു. പിന്നെ വി ഹാവ് ഗോട്ട് ആൻഡ്രീഷ്യം, ദെൻ വി ഹാവ് ഗോട്ട് പെറ്റൽസ്, ദെൻ വി ഹാവ് ഗോട്ട് സെപ്പൽസ്. എല്ലാ വേൾഡ്സും കാണുന്നത് ഇതുമലാണ്. മനസ്സിലായോ? ഈ ഒരു തലാമസ് എന്ന് പറഞ്ഞ ഈ പോർഷൻ ഇല്ലേ, ഇത് ഓവർഗ്രോ ചെയ്യും. ഉണ്ടോ? ഈ തലാമസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഇതിനെ ഓവർഗ്രോ ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇതിനെ മൊത്തം കവർ ചെയ്തിട്ട്
ഒരു ഫ്ലഷി പാർട്ടാക്കി വെക്കും. അപ്പോൾ ഈ ഓവറീനെ ശരിക്കും തലാമസ് കവർ ചെയ്യുക ചെയ്യണേ. ആൻഡ് ഓവറി ബിക്കംസ് എ സെൻട്രൽ പാർട്ട്. സോ നമ്മളുടെ എഡിബിൾ പോർഷൻ ശരിക്കും എന്താ? ഹൈലി ഡെവലപ്ഡ് തലാമസ്. ഈ കണ്ടീഷൻ നമുക്ക് എവിടെയൊക്കെ കാണുന്ന അറിയോ? ആപ്പിളിൽ കാണാൻ പറ്റും, പിന്നെ സ്ട്രോബെറിയിൽ കാണാൻ പറ്റും. ഓക്കെ, ആപ്പിൾ ആൻഡ് സ്ട്രോബെറി. സോ ഇതാണ് നമ്മളുടെ false fruit എന്ന് പറയുന്നത്. അപ്പോൾ when the edible part is something other than the actual ovary, ovary അല്ല മറ്റേതെങ്കിലും പോർഷൻ ആണ് നമ്മൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. സ്യൂഡോ കാർപ്പ് അഥവാ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഫാൾസ് ഫ്രൂട്ട്? ഒരു സംശയം വേണ്ട. ഫാൾസ് ഫ്രൂട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ആപ്പിൾ ഈസ് എ ഫാൾസ് ഫ്രൂട്ട്. ഓക്കെ, ആപ്പിൾ ഈസ് എ ഫാൾസ് ഫ്രൂട്ട്. Now what is the embryo sac? Embryo sac is nothing but the female gametophyte. Okay, embryo sac is the female gametophyte. കാരണം ആ എംബ്രിയോ സാക്കിനകത്താണ് ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള എഗ് ഇരിക്കുന്നത്. എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 7 celled and 8 nucleated കണ്ടീഷൻ. അതിൻ്റെ ഒരു സൈഡിൽ എഗ് അപ്പാരറ്റസ്, മറ്റേ സൈഡിൽ ആന്റിപോഡൽസ്, നടുക്ക് സെൻട്രൽ സെല്ലൊക്കെ ഉള്ള സ്ട്രക്ചർ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ് എംബ്രിയോ സാക്ക്. ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? A3, പിന്നെ B4 വരുന്നത് A3 B4 then C1. അപ്പോൾ ഇത് A3 B4 C1 D2. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ്, arrange the following stages of development of a dicot embryo in the order of their occurrence. എന്താണത്? ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ്. ആദ്യം തന്നെ എന്താ? ഫോർമേഷൻ ഓഫ് ഹാർട്ട് ഷേപ്ഡ് ആണോ ആദ്യം തന്നെ? അല്ല. അപ്പോൾ നമുക്കതൊന്ന് പതുക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് സംഭവിക്കും? സൈഗോട്ട് ഫോം ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ദ സൈഗോട്ട്. സൈഗോട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഷേപ്പിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമുണ്ട്. ദിസ് ഇസ് കോൾഡ് ആസ് പ്രോ എംബ്രിയോ. ഇത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് വേറൊരു സംഭവം ഉണ്ട്. എന്തെന്നാ? ഇങ്ങനെ ഒരു സസ്പെൻസർ കാണിച്ചിട്ട് ചെറിയ കുറച്ച് സെൽസ്, പിന്നെ ഇങ്ങനെ ഒരു സ്റ്റേജ്. ഇതൊക്കെ സെല്ലുലാർ ആണ്. ദിസ് ഈസ് കോൾഡ് ആസ് ഗ്ലോബുലാർ സ്റ്റേജ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഇതുപോലെ തന്നെ മുകളിൽ സസ്പെൻസർ, പിന്നെ കുറച്ച് ഫ്യൂ സെൽസ് താഴോട്ട്, പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സംഭവം. ദിസ് ഈസ് കോൾഡ് ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ്. ഓക്കെ, സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ സ്റ്റേജ്, ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ്. ഇവിടം വരെ കോമൺ ടു ബോത്ത് മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് തീരുമാനിക്കും 2 കോട്ട്ലിഡൻ വേണോ 1 കോട്ട്ലിഡൻ വേണോ എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഒരു ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് ടിൽ ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ് രണ്ടും സിമിലർ ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് മോണോകോട്ട് സീഡാണോ ഡൈക്കോട്ട് സീഡാണോ എന്ന് ഡിസൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം തന്നെ സൈഗോട്ട് ഫോം ചെയ്യണം. സോ ഫസ്റ്റ് സി. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആൻസർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, സമയം ഭയങ്കര വിലപ്പെട്ടതാണ് അല്ലേ? നമുക്കിതിൽ എന്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം നോക്കണം. റൈറ്റ്? അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജ് സൈഗോട്ടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ സി അല്ലേ ഫസ്റ്റ് വരണേ, നമുക്കപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കാം. പിന്നെ നമ്മളിത് നോക്കുക വേണ്ടോ? പിന്നെന്താ? സി കഴിഞ്ഞാൽ പിന്നെ ഡി ആണോ എ ആണോ എന്ന് വായിച്ചു നോക്കാം. ഡി ആണോ ഫോർമേഷൻ ഓഫ് ഗ്ലോബുലാർ എംബ്രിയോ, അല്ല എ ആണോ ഫോർമേഷൻ ഓഫ് ഹാർട്ട് ഷേപ്ഡ്? എന്തായാലും ഗ്ലോബുലാർ കഴിഞ്ഞിട്ടല്ലേ ഹാർട്ട് ഷേപ്ഡ്. അപ്പോൾ സി കഴിഞ്ഞാൽ ഡി. അപ്പോൾ സോ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അല്ലാണ്ട് ബാക്കിയെല്ലാം ഓരോന്നും വായിച്ച് നമുക്ക് സമയം കളയാനില്ലാത്തതിൻ്റെ പേരിൽ ഡെഫിനറ്റ്ലി ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇതിൻ്റെ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ പേടിക്കണ്ട. ക്വസ്റ്റ്യനിൽ വരുന്ന തെറ്റ് അവർ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തോളും, പേടിക്കണ്ട. മനസ്സിലായോ? പക്ഷെ മറ്റത് ആൻസർ അല്ല എന്നുള്ളത് ഒരു കൺഫർമേഷൻ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, so try to save time during such competitive examination. Time is very 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 precious. എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നോ, കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നോ, അത്രയും നമ്മളുടെ പോയിന്റ്സ് കൂടും. ഓക്കെ, റൈറ്റ്. ഇനി നെക്സ്റ്റ്, which one of the following is not associated with megasporangium? What is megasporangium? ആദ്യം തന്നെ megasporangium is nothing but ovule. കേട്ടോ, ഒരു ഓവ്യൂളിന്റെ പോർഷൻ ആണ് മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. അപ്പോൾ ടിപ്പിക്കലി ഓവ്യൂൾ എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ഇതിൽ ദിസ് ഈസ് ദ ന്യൂസിലസ്, ദിസ് ഇസ് ദ എംബ്രിയോ സാക്ക്, ദിസ് ഈസ് ദ ഇന്നർ ഇൻഡഗുമെന്റ്, ഓക്കെ, ദിസ് ഇസ് ഔട്ടർ ഇൻഡഗുമെന്റ് ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ടു ബി ലൈക്ക് ദിസ്. ദിസ് ഇസ് ദ അനാട്രോപ്പസ് ഓവ്യൂൾ. റൈറ്റ്? ഈ അനാട്രോപ്പസ് ഓവ്യൂളിൽ ഫ്യൂണിക്കിൾ ഉണ്ടോ? ദിസ് ഇസ് ഫ്യൂണിക്കിൾ.
പിന്നെ ഇൻഡഗുമെന്റ് ഉണ്ടോ? ഇത് രണ്ടും ഇൻഡഗുമെന്റ് ആണ്, ഇത് രണ്ടും ഇൻഡഗുമെന്റ്സ് ആണ്. ജനറേറ്റീവ് സെൽ ഇതിലുള്ള ഭാഗമല്ല. ജനറേറ്റീവ് സെല്ല് പോളൻ ഗ്രെയിൻ്റെ പോർഷൻ ആണ്. മൈക്രോപൈൽ ഉണ്ടോ? ഉണ്ട്. ഇതാണ് മൈക്രോപൈൽ. കണ്ടോ? അപ്പൊ ഇതിനോട് അസോസിയേറ്റ് ചെയ്യാത്തത് ഏതാ? ഇത് മാത്രം. റൈറ്റ്? അപ്പൊ നമ്മൾ എന്തറിയണം? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്തറിയണം? മെഗാസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞ ഓവ്യൂൾ ആണെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് മനസ്സിലുണ്ടാവണം? ഓവ്യൂളിന്റെ ഈ പിക്ചർ മനസ്സിലുണ്ടാവണം വിത്ത് ഓൾ ഇറ്റ്സ് പാർട്സ്. കേട്ടല്ലോ? അത് ഞാൻ പറഞ്ഞു വന്നത്, ഓരോ ചോദ്യത്തിലും നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ that you know the diagram and you know all the labelings related to it. Okay, right. Then cells present in the mature pollen grain. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഏതൊക്കെ സെൽസാ pollen grain ഉള്ളത്? സെൻട്രൽ സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. സെൻട്രൽ സെൽ ഇസ് എ പാർട്ട് ഓഫ് വാട്ട്? എംബ്രിയോ സാക്ക്. ദെൻ വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം ആന്റിപോഡൽസും അതൊക്കെ ഏതിൽ വരുന്നതാണ്? നമ്മളുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ വരുന്നതാണ്. ദെൻ വി ഹാവ് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. എന്തൊക്കെയാണ്? ഫില്ലിഫോം അപ്പാരറ്റസ്, ടെപീറ്റം, എക്സൈൻ, ഫ്യൂണിക്കിൾ. ആദ്യം തന്നെ വാക്കുകൾ പരിചയം ഉണ്ടാവണം. ഫില്ലിഫോം അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനർജിഡ്സിന്റെ കൂടെ നിൽക്കുന്ന ഫിംഗർ ഷേപ്ഡ് certain projections and that helps for the making entry of male gamete, one male gamete into the egg cell and other male gamete into the central cell. നമുക്ക് രണ്ട് ഫ്യൂഷൻസ് അറിയാം അല്ലേ? ഒന്ന് സിംഗമി, മറ്റത് ട്രിപ്പിൾ ഫ്യൂഷൻ ആണെന്ന് അറിയാം. അപ്പോൾ ഈ സിംഗമിക്കും ട്രിപ്പിൾ ഫ്യൂഷനും വേണ്ടിയിട്ട് മെയിൽ ഗാമേറ്റ്സ് എവിടേക്ക് എത്തണം? ആദ്യം സൈഗോട്ട് നമ്മുടെ എഗ് സെല്ലിൻ്റെ അകത്തേക്ക് മെയിൽ ന്യൂക്ലിയസ് വരണം. ദാറ്റ് ഈസ് സിംഗമി ഓർ ഫെർട്ടിലൈസേഷൻ. രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് ഓടിക്കാൻ പോകണ്ടേ? സെൻട്രൽ സെല്ലിലേക്ക് പോയിട്ട് നമ്മുടെ പോളാർ ന്യൂക്ലിയോട് കൂടെ ഫ്യൂസ് ചെയ്ത് എന്ത് വരും? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്, PEN അവിടെ ഫോം ചെയ്യണം. ഓക്കെ, ഇപ്പം പറയുമ്പോൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർത്ത് പോകണം. ഇപ്പോൾ ബാക്കി ഈ സ്ട്രക്ചേഴ്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഫില്ലിഫോം അപ്പാരറ്റസ് അപ്പോൾ എന്തായിരിക്കും? ഫില്ലിഫോം അപ്പാരറ്റസ് ഗൈഡ് ദ പോളൻ ട്യൂബ് ഇൻ ടു ദ സൈനർജിഡ്സ്. ഓക്കെ, ഒന്ന് ഓക്കെ. ടപ്പീറ്റം എന്താ? ടപ്പീറ്റം ഈസ് വൺ അമംഗ് ദ 4 ആന്തർ വോൾ ലെയേഴ്സ്. ആന്തർ വോൾ ലെയേഴ്സ് 4 ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് ടപ്പീറ്റം. സോ ടപ്പീറ്റം ഇസ് നറിഷസ് ദ പോളൻ ഗ്രെയിൻ. കാരണം എന്താ? ടപ്പീറ്റം കഴിഞ്ഞാൽ സ്പോറോജനസ് ടിഷ്യൂ ആണ് കാണുന്നത്. അപ്പോൾ സ്പോറോജനസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോസ്പോർ മദർ സെൽസ്. ആ മൈക്രോസ്പോർ മദർ സെൽസ് പോളൻ ഗ്രെയിൻ ആവുന്നത് വരെയുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഈ ലാസ്റ്റ് ലെയർ ഓഫ് ആന്തർവോൾ ആണ്, ടപ്പീറ്റം ആണ്. ടപ്പീറ്റത്തിന്റെ വേറെ പ്രത്യേകത എന്താണ്? ടപ്പീറ്റത്തിനകത്ത് ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും, പ്ലസ് ഇറ്റ് വിൽ ബി മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി എക്സൈൻ എന്താണ്? എക്സൈൻ ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ പോളൻ ഗ്രെയിൻ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളനിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നോ ആസിഡ് സബ്സ്റ്റൻസസ്, നോ മെത്തേഡ് ഓഫ് എൻസൈമാറ്റിക് ആക്ഷൻ ഓർ ഹീറ്റ് ക്യാൻ destroy the sporopollenin, and it is because of the sporopollenin that very many pollen grains have got fossilized. ഫോസിൽസ് ആയിട്ട് ഇരിക്കാനും കാരണം ഇത് ആരാണ്? സ്പോറോപൊളനിൻ ഉള്ള കാരണമാണ്. കാരണം അത് നശിച്ചു പോവാത്തൊരു വസ്തുവാണ് കേട്ടോ. ഓക്കെ, ഇനി സ്പോറോപൊളനിൻ ഇല്ലാത്ത എക്സൈൻ്റെ പോർഷൻസ് ഉണ്ടോ? ഉണ്ട്. ഏതാ? ജേം പോഴ്സ്. നമ്മുടെ പോളൻ ട്യൂബ് പുറത്തേക്ക് വരണ്ടേ? അപ്പൊ അങ്ങനെ ആ ഒരു സ്ഥലത്ത് മാത്രം സ്പോറോപൊളനിൻ കാണില്ല കേട്ടോ. ഇനി വാട്ട് ഈസ് ഫ്യൂണിക്കിൾ? ഫ്യൂണിക്കിൾ ഈസ് എ സ്റ്റോക്ക് ഓഫ് ദി ഓവ്യൂൾ. അപ്പോൾ ഓവ്യൂള് നമ്മുടെ പ്ലാസൻറ്റ അല്ലെങ്കിൽ ഓവറി വോളായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. റൈറ്റ്? അപ്പോൾ നമുക്ക് മാച്ച് കിട്ടി. നമുക്ക് ഏത് ആൻസർ നോക്കാം? A4 വരുന്ന ആൻസർ. ഒരെണ്ണേ ഉള്ളൂ കണ്ടോ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസിയാണ്. A4 A3 ആണ്. സോറി, A3 then B4. കറക്റ്റ്. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, A3 B4 then C1 and finally D2. Okay, right. And this question, primary endosperm nucleus is a product of, എന്താണ് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, primary endosperm nucleus PEN is a product of double fusion, parthenogenesis, triple fusion and apomixis. It is the term is triple fusion. What is double fusion എന്ന് പറഞ്ഞ വാക്കില്ല, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുക. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് വാട്ട്? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിയണത് നല്ലതാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ
syngamy plus triple fusion. Okay, syngamy plus triple fusion is double fertilization. Right. Now, what is parthenogenesis? Parthenogenesis എന്താണ്? Parthenogenesis is development of organisms from female gamete without fertilization. Now, what is apomixis? Triple fusion or not the answer? What is apomixis? Apomixis is yeah, it's a type of asexual reproduction. പക്ഷെ എന്താണ്? It can produce seeds. What is the importance? Produce seeds. അപ്പോൾ thereby it mimics sexual reproduction. അപ്പോൾ നമുക്ക് സീഡ് കിട്ടും, പക്ഷെ ആ സീഡിന് എന്തുണ്ടാവില്ല? വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം അവിടെ പാരന്റ് പ്ലാന്റിന്റെ ഒരു സെല്ല് എന്തായിട്ട് മാറുകയാണ്? എംബ്രിയോ ആയിട്ട് മാറുകയാണ്. സോ ആ ഒരു എംബ്രിയോ എന്ന് വരുന്ന ഓഫ്സ്പ്രിങ് ഇറ്റ് വിൽ ബി എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് പാരന്റ് പ്ലാന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? അത് ഒരു ക്ലോൺ ആണ്. പക്ഷെ ആ ഒരു സംഭവം എംബ്രിയോ എന്തിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും? എംബ്രിയോ സാക്കിനകത്ത് സീഡിന്റെ ഉള്ളിലാണ് ഈ ഒരു എംബ്രിയോ വരുന്നത്. എംബ്രിയോ എന്ന് പറയാൻ പറ്റുമെന്ന് നമുക്ക് ഇല്ല, എംബ്രിയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് എ ഫേക്ക് എംബ്രിയോ. ഒരു ഇത് എന്താ പറയുക, ഒരു ഫെർട്ടിലൈസേഷൻ്റെ പ്രൊഡക്റ്റ് അല്ല അത്. പക്ഷെ അത് അതിൻ്റെ ഉള്ളിൽ എന്തിൻ്റെ ഉള്ളിലാണ് കീപ്പ് ചെയ്തേക്കണേ? സീഡിൻ്റെ ഉള്ളിലാണ് കീപ്പ് ചെയ്തേക്കണേ. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഓക്കെ, ഇറ്റ് ഈസ് എ സീഡ്, ബട്ട് ദർ ഇസ് നോ വേരിയേഷൻ ഇല്ലാത്ത സീഡുകളെ കിട്ടുന്ന ഒരു പ്രോസസ്സാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഫസ്റ്റ് ഫ്യൂ ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ബേസിക്കലി അധികം ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് എവിടെ കിടക്കുന്നത്? ആപ്ലിക്കേഷൻ പോർഷൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ജെനറ്റിക്സിൻ്റെയും എവല്യൂഷൻ്റെയും അപ്പോൾ ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് വേറൊരു വീഡിയോയിൽ നമ്മൾ അതുപോലെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ തൽക്കാലം എല്ലാവർക്കും നമസ്കാരം. നന്നായി പഠിക്കുക, ടെക്സ്റ്റ് ബുക്സ് നന്നായിട്ട് വായിക്കുക. അപ്പോൾ സ്പീഡ് ആൻഡ് ആക്യുറസിയാണ് എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് എല്ലാവരും ഉദ്ദേശിച്ച ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.